പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏപ്രിൽ 1 എന്താ അറിയാം. എന്താ കയ്യില് കവറിലൊക്കെ റോസാപ്പൂ അല്ല അതിനെന്തോ എന്താ പറ എന്തോ അതിനകത്ത് എന്താ കാണിച്ചേ നോക്കട്ടെ. അതെന്താ ചേട്ടാ ചുരിദാർ കീഴ്കൊണ്ടു വന്നോ? ഓ ചേട്ടാ സ്റ്റിച്ച് ചെയ്യോ? അടിപൊളിയാട്ടോ. വൈഫായിട്ട് ഇവിടെ സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അതല്ലേ സത്യം. വൈഫിനെ വിഷ് ചെയ്തോ? വാലന്റൈൻസ് വിഷ് ചെയ്തോ? വിഷ് ചെയ്തോ? ചുമ്മാ വിഷ് ചെയ്തോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ ഒരു സന്തോഷമില്ലാത്ത? ചേട്ടന്മാരൊക്കെ വിചാരിക്കും ഓ നമുക്കൊക്കെ എന്ത് വാലന്റൈൻസ് ഡേ എന്ന്. ചേട്ടന്മാർ ഈ സ്നേഹിക്കുന്നതിനും പ്രണയിക്കുന്നതിനും ഒരു പ്രായമൊന്നും ഇല്ല കേട്ടോ. അല്ല ആ ചേട്ടന്മാർ അങ്ങനെയൊന്നുമില്ല. ശരിയാണെന്ന് അല്ലേ ചേട്ടാ? അല്ലേ ചേട്ടാ ഇപ്പഴും പ്രണയിച്ചുകൊണ്ടിരിക്കല്ലേ? ആണെന്ന് കണ്ടോ? എന്റെ കേട്ടില്ല. എടുത്തോളൂ ഫോട്ടോ എടുത്തോളൂ. എന്തായാലും ഞാൻ വിചാരിച്ചു വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് ഇന്ന് ആരെങ്കിലൊക്കെ റോസാപ്പൂ തരുമെന്ന്. പക്ഷെ എനിക്ക് ആരും റോസാപ്പൂ തന്നില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. സാരമില്ല, കുഴപ്പമില്ല. ചിലപ്പോ പേടിയായിരിക്കാം. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഒരാൾ റോസാപ്പൂ തന്നു. ഇതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നതാണോ ചേട്ടാ? വാലന്റൈൻസ് ഡേ വീട്ടിലാരൊക്കെ ഉണ്ട്? ആ വൈഫും കുട്ടികളും ഉണ്ടോ? വന്നിട്ടില്ലാന്ന്. ആ പ്രശ്നമാവത്തില്ല. എനിക്ക് ഇല്ല അങ്ങനെയൊന്നുമില്ലല്ലേ. അപ്പൊ പൂ ആർക്ക് വേണമെങ്കിലും കൊടുക്കല്ലേ. എന്തായാലും സന്തോഷം ചേട്ടാ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ കണ്ണൂർ വന്നപ്പോ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് റോസാപ്പൂ തന്നു. ഒത്തിരി സന്തോഷം ചേട്ടാ. വീട്ടിൽ കൽപ്പൊന്നും ആവൂലല്ലോ അല്ലേ?